ഹലോ, ഇന്ന് നമ്മൾ 2024 വിഷൻ ബോർഡാണ് റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. പിക്ചേഴ്സൊക്കെ ഒട്ടിച്ചിട്ട് നമ്മുടെ വാളിൽ തന്നെ നമുക്ക് വിഷൻ ബോർഡ് റെഡിയാക്കി എടുക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിൽ, ഏതെങ്കിലും ഒരു നോട്ട് ബുക്കിൽ, നമ്മളെപ്പോഴും കാണുന്ന ഒരു നോട്ട് ബുക്കിൽ, നമ്മളെപ്പോഴും എടുക്കാറുള്ള ഒരു നോട്ട് ബുക്കിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ വിഷൻ ബോർഡ് റെഡിയാക്കി എടുക്കാം. ഏതെങ്കിലും ഒരു നോട്ട് ബുക്കല്ല, നമ്മുടെ ഡയറിയോ ബുള്ളറ്റ് ജേർണലോ ഒക്കെയാണ് നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുന്നത്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ഡ്രീം ലൈഫ് എങ്ങനെയായിരിക്കണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് നമ്മൾ മുൻകൂട്ടി കാണുക എന്നുള്ളതാണ് വിഷൻ ബോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഡ്രീം ലൈഫിലേക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് അതിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു പ്രചോദനം പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വിഷൻ ബോർഡ് വർക്ക് ചെയ്യുന്നത്. വിഷൻ ബോർഡ് എന്തെങ്കിലും കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരവില്ല. നമുക്കൊരിക്കലും അതങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇത് നമ്മൾ എഴുതി വയ്ക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഒട്ടിച്ചു വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൈഫിൽ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് പറയാനായിട്ട് പറ്റില്ല. പക്ഷേ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ നമുക്കതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനായിട്ട് തീർച്ചയായിട്ടും വിഷൻ ബോർഡ്സ് വർക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ആ ഗോൾസിലേക്ക് എത്തിച്ചേരാനായിട്ട് വിഷൻ ബോർഡ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അത്തരത്തിൽ നോക്കുമ്പോൾ അതൊരു മാനിഫെസ്റ്റേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇതാണ് വിഷൻ ബോർഡ് എന്ന് പറഞ്ഞു. ഇനി വിഷൻ ബോർഡ് സെറ്റ് ചെയ്യാനായിട്ട് പല പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ബുക്കിൽ നമ്മളെപ്പോഴും എടുക്കുന്ന ഒരു പ്ലാനറോ അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ സ്ഥിരമായിട്ട് എടുക്കുന്ന നമ്മുടെ ഡയറിയോ അങ്ങനെയുള്ള ബുക്സിൽ നമ്മളെപ്പോഴും നമ്മുടെ മാത്രം പ്രൈവസിയിൽ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഏതെങ്കിലും ബുക്കിൻ്റെ ഫ്രണ്ട് പേജിലായിട്ട് വിഷൻ ബോർഡ് സെറ്റപ്പ് ചെയ്യാറുണ്ട്. ചിലർ നമ്മളുടെ റൂമിൻ്റെ വാളിൽ വിഷൻ ബോർഡ് റെഡിയാക്കാറുണ്ട്. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത് പിക്ചേഴ്സും കോഡ്സും ഒക്കെയാണ്. നമുക്കിഷ്ടമുള്ള, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും കോഡ്സും അല്ലെങ്കിൽ നമ്മൾ ഈ വർഷം ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വേർഡ്സൊക്കെയാണ് വിഷൻ ബോർഡിൽ സാധാരണയായിട്ട് ഉൾപ്പെടുത്താറുള്ളത്. ഇനി വിഷൻ ബോർഡ് സെറ്റപ്പ് ചെയ്യുമ്പോൾ പല രീതിയിൽ നമുക്കത് റെഡിയാക്കി എടുക്കാം. ഡിജിറ്റലി വേണമെങ്കിലും വിഷൻ ബോർഡ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ക്യാൻവ പോലുള്ള ആപ്സിലൊക്കെ നമുക്ക് വിഷൻ ബോർഡ്സായിട്ട് നമുക്കിഷ്ടമുള്ള പിക്ചേഴ്സും കോഡ്സൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഡിജിറ്റലി നമുക്കിത് ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ ഫോണിൻ്റെ വാൾപേപ്പറായിട്ടോ ഒക്കെ നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതും നല്ലൊരു ഐഡിയ ആണ്. പക്ഷേ എനിക്കിത് ബുക്കിൽ ചെയ്യാനായിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത് ബുക്കിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ വാളിൽ ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ പലപ്പോഴും ജോയിൻറ്റ് ഫാമിലിയൊക്കെ ആണെങ്കിൽ പ്രൈവസി ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് എല്ലാവരോടും ഷോക്കേസ് ചെയ്യാൻ താല്പര്യമില്ല. നമ്മുടെ ഗോൾസ് എല്ലാവരോടും ഷോക്കേസ് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ വാളിൽ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നത് അത്ര ഒരു നല്ല ഐഡിയ ആയിട്ട് വരണം എന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ തീർച്ചയായിട്ടും ഒരു ബുക്കിലാണ് വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി പ്രൈവറ്റായിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതൊരു മോട്ടിവേഷൻ ആയിരിക്കും. അപ്പോൾ അത്തരത്തിൽ നമ്മളും ഇത് ബുക്കിലാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആദ്യമേ കാണിച്ചിട്ടുള്ള ഈ ഒരു ഷീറ്റ്സ് എല്ലാം, അതായത് ഈ പിക്ചേഴ്സ് അടങ്ങുന്ന ഷീറ്റ്സ് എല്ലാം ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ടാണ് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ പിക്ചേഴ്സ് സെലക്ട് ചെയ്തിരിക്കുന്നത് പിൻട്രസ്റ്റിൽ നിന്നാണ്. പിൻട്രസ്റ്റിൽ നമുക്കിതുപോലെ ഇൻസ്പിറേഷണൽ ആയിട്ടുള്ള ഒരുപാട് പിക്ചേഴ്സ് അവൈലബിൾ ആണ്. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ, നമ്മൾ ഏറ്റവും അധികം പ്രിഫർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതിനെ സംബന്ധിക്കുന്ന പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അത്തരം പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് ക്യാൻവ എന്ന് പറയുന്ന ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്കതിനെ അറേഞ്ച് ചെയ്ത് A4 സൈസ് ഷീറ്റിലേക്ക് മാറ്റാവുന്നതാണ്. സാധാരണ ഏതെങ്കിലും ഒരു പ്രിൻറ്റിങ് ഷോപ്പിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കളർ പ്രിൻറ്റ് എടുത്തു തരും. അങ്ങനെയാണ് ഞാൻ ആ ഒരു പ്രിൻറ്റ്സ് എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ പ്രിൻറ്റ്സാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമ്മൾ ബുക്കിലേക്ക് ഒട്ടിക്കുന്നത്. അപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നമ്മളെപ്പോഴും കാണുകയാണ് എന്താണ് നമ്മുടെ വിഷൻ, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള നമ്മുടെ പ്ലാൻസ്, എന്തിലാണ് നമ്മുടെ എനർജി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്, എന്ത് കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ ഏറ്റവും അധികം ശ്രദ്ധ കൊടുത്ത് ഈ വർഷം ത്രൂ ഔട്ട് അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് എന്നൊക്കെ പറയുന്ന ഒരു ഐഡിയ തീർച്ചയായിട്ടും ഈ വിഷൻ ബോർഡ്സ് നമ്മൾക്ക് പ്രൊവൈഡ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്പിൾ വിഷൻ ബോർഡ്സും ട്രൈ ചെയ്യാവുന്നതാണ്. ഫോണിലും ഡെസ്ക്ടോപ്പിലും പിന്നെ വാളിലും അതുപോലെ നമ്മുടെ ബുക്കിലും ഒക്കെ ഇതെല്ലാം ഇത് വേണമെങ്കിൽ 2-3 തരത്തിൽ വിഷൻ ബോർഡ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. ഇത്തവണ ഞാൻ ഈ ബുക്കിൽ മാത്രമേ വിഷൻ ബോർഡ് സെറ്റ് ചെയ്യുന്നുള്ളൂ. ഇതാണ് എനിക്ക് ഏറ്റവും പ്രിഫറബിളായിട്ട് തോന്നുന്നത്. പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം വിഷൻ ബോർഡ് സെറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ വാളിലായിരുന്നാൽ പോലും നമ്മുടെ റൂമിൽ, നമ്മുടെ ഡെസ്കിൻ്റെ ഫ്രണ്ടിലായിട്ട് നമ്മളെപ്പോഴും എന്ത് ചെയ്യുമ്പോഴും കാണാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ഞാൻ ഈ വിഷൻ ബോർഡ് ഈ ബുക്കിൽ സെറ്റ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, എവിടെ പോകുമ്പോഴും നമുക്ക് ഈ വിഷൻ ബോർഡ് നമ്മുടെ കയ്യിൽ വയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പ്ലാനർ എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും എവിടെയും കൊണ്ടുപോകുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം എൻ്റെ ഈ വിഷൻ ബോർഡും എൻ്റെ കയ്യിലുണ്ടാവും. എവിടെയായിരുന്നാലും എനിക്കതിലേക്ക് ഇടയ്ക്ക് നോക്കാനായിട്ട് സാധിക്കും. എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ ഗോൾസ് എന്നെ വിഷ്വലി റിമൈൻഡ് ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കിത് വളരെ ഒരു നല്ല ഐഡിയ ആയിട്ടാണ് തോന്നുന്നത് ഇങ്ങനെ ബുക്കിൽ ചെയ്യുന്നത്. വിഷൻ ബോർഡ് എന്ന് പറയുമ്പോൾ ഇത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന പിക്ചേഴ്സ് ആയിരുന്നാലും വേർഡ്സ് ആയിരുന്നാലും ഒക്കെ
അതിങ്ങനെ ഭംഗിയുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുകയും അറേഞ്ച് ചെയ്ത് വെക്കുകയൊക്കെ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു പീസ് ക്രിയേറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് അനുഭവപ്പെടും. അതിനോടൊപ്പം വിഷൻ ബോർഡിൻ്റെ പേർപ്പസ് ആയിട്ടുള്ള നമ്മളെ ഇൻസ്പിറേഷൻ ചെയ്യും എന്ന് പറയുന്ന കാര്യവും കൂടി നടക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് വേർഡ്സ് യൂസ് ചെയ്യാം, അഫർമേഷൻസ് യൂസ് ചെയ്യാം, നമ്മൾ ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ എങ്ങനെയായിട്ട് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്, അത്തരത്തിലുള്ള വേർഡ്സൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനായിരുന്നാലും ഇതിൽ ഐ ബിക്കെയിം എ ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നോളജ് ഈസ് പവർ, പിന്നെ അതുപോലെ തന്നെ ഐ എം ക്രിയേറ്റിംഗ് എ ലൈഫ് ഓഫ് മൈ ഡ്രീം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോഡ്സൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയും എൻ്റെ ലൈഫിൽ ഞാൻ വേണം എന്നാഗ്രഹിക്കുന്ന, ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇല്ല എന്നല്ല, എന്നിരുന്നാലും തുടർച്ചയായിട്ട് എപ്പോഴും എൻ്റെ ലൈഫിൽ ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വർഷവും അത്തരം കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് അത് ഞാൻ ഈ വിഷൻ ബോർഡിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ യൂസ് ചെയ്തിരിക്കുന്ന പിക്ചേഴ്സ് എല്ലാം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയ ഓഫ് ലൈഫിനെ മാത്രം ഉദ്ദേശിച്ചിട്ടല്ല എടുത്തിരിക്കുന്നത്. എൻ്റെ കരിയർ ആയിരുന്നാലും ഫാമിലി ആയിരുന്നാലും റിലേഷൻഷിപ്സ് ആയിരുന്നാലും അതുപോലെ തന്നെ പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫ് ആയിരുന്നാലും ഇത്തരത്തിൽ എല്ലാ ഏരിയയും ടച്ച് ചെയ്ത് തന്നെയാണ് ഈ പിക്ചേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്സിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരണം എന്ന് ആഗ്രഹിക്കുന്നത്, ഫാമിലി ലൈഫ് എങ്ങനെ കൊണ്ടുപോകണം എന്നാണ് ആഗ്രഹിക്കുന്നത്, ഫാമിലിയോടൊത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം പിക്ചേഴ്സോ വേർഡ്സോ ഒക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ കരിയർ വൈസ് ഉള്ള ഡെവലപ്മെൻറ്റ് അത്തരത്തിൽ ആഗ്രഹിക്കുന്ന, ഇപ്പോൾ ഈ വർക്ക് ലൈഫ് ബാലൻസ് പോലുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. നമുക്ക് കരിയറും വേണം, ലൈഫും വേണം. തീർച്ചയായിട്ടും ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വേർഡും ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയറിലും ലൈഫിലും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത്തരത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാഗ്രഹിക്കുന്ന, നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് റിമൈൻഡ് ചെയ്യണം എന്നാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ഇതുപോലെ കോഡ്സ് ആയിട്ട് അവൈലബിൾ ആണ്. അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതും തീർച്ചയായിട്ടും ഈ വിഷൻ ബോർഡിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാൻ ഒരു നല്ല ഐഡിയ ആണ്. പിന്നെ ഈ വിഷൻ ബോർഡിൽ അത്യാവശ്യം കളർഫുൾ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ തന്നെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഈ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല, ഇതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എഴുതി വെക്കണമെങ്കിൽ അതും ഈ പിക്ചേഴ്സിൻ്റെ ഇടയിലായിട്ട് സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എഴുതി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയും എന്താ പറയുക, എല്ലാ പിക്ചേഴ്സും കൂടി ഒരുമിച്ച് ചേർത്ത് തന്നെ വിഷൻ ബോർഡ് ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. ഒന്നോ രണ്ടോ പിക്ചേഴ്സ് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളതൊക്കെ വേർഡ്സായിട്ട് എഴുതി വെക്കണം എന്നാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിന് മുന്നേ ഉള്ള വർഷങ്ങളിലൊക്കെ ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള വിഷൻ ബോർഡാണ് ഉപയോഗിച്ചിരുന്നത്. അതിൽ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എൻ്റെ പ്ലാനിങ്സും ഫ്യൂച്ചറിൽ എൻ്റെ ലൈഫ് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതിയിലുള്ള പ്ലാനിങ്സൊക്കെ ഞാൻ വേർഡ്സായിട്ടാണ് എഴുതി വെച്ചിരുന്നത്. അപ്പോൾ എഫേർട്ട് എടുത്ത് അതിലൂടെ പോകുമ്പോൾ തന്നെയാണ് നമുക്കത് വീണ്ടും നമ്മുടെ മനസ്സിലേക്ക് വരിക. അഥവാ ചില സമയങ്ങളിലെങ്കിലും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിട്ടുപോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ വിഷ്വലി കാണുന്ന വിഷൻ ബോർഡിൻ്റെ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. നമ്മളെടുത്ത് പ്രത്യേകിച്ച് എഫേർട്ട് എടുത്തിട്ട് അത് വായിച്ചു നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ആ ഒരു പേജ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ കണ്ണിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ വരും എന്നുള്ളത് ഇങ്ങനെ പിക്ചേഴ്സായിട്ട് വിഷൻ ബോർഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രത്യേകതയാണ്. അപ്പോൾ ഇത്രയാണ് ഈ വർഷത്തെ ഒരു വിഷൻ ബോർഡ് സെറ്റപ്പിൽ ഉള്ളത്. പിൻട്രസ്റ്റ്, ക്യാൻവ പോലുള്ള ആപ്സൊക്കെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് കൺഫ്യൂഷനുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് 1-2 വീഡിയോസായിട്ട് നമുക്ക് വേണമെങ്കിൽ അത്തരത്തിൽ എങ്ങനെയാണ് ഈ പിൻട്രസ്റ്റ്, ക്യാൻവ പോലുള്ള ആപ്സ് ഉപയോഗിച്ചിട്ട് വിഷൻ ബോർഡോ ഇത്തരത്തിലുള്ള ഡിസൈൻസോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.